Hi, good morning my cute butterflies. How are you all? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? എല്ലാവരും പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പൊ മാം പൂമ്പാറ്റയെ കുറിച്ചുള്ള ഒരു പാട്ട് പാടിത്തരാം. നിങ്ങൾ എല്ലാവരും പൂമ്പാറ്റയെ കണ്ടിട്ടില്ലേ? കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടി മാം ഒരു കൊച്ചു പൂമ്പാറ്റയെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നോക്കൂ. ഇതെന്താണ്? പൂമ്പാറ്റയാണല്ലേ? നിറയെ പുള്ളികളുള്ള കൊച്ചു പൂമ്പാറ്റ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? യെസ്, നിങ്ങൾക്ക് പൂമ്പാറ്റ ഇഷ്ടമായോ? താങ്ക് യു. നമുക്ക് പാട്ട് പാടാം. പൂവുകൾ തേടും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂമ്പൊടി വീശും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ? മുങ്ങാം പൊങ്ങാം ഇളവെയിലിൽ, നീന്താം അറിയാം പൊൻവെയിലിൽ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. ക്ലാപ്പ് യുവർ ഹാൻഡ്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാദ്യം പറയും നോക്കട്ടെ? മാം ഒരു ക്ലൂ കാണിച്ചു തരാം, നിങ്ങളത് കണ്ടു പറയണം കേട്ടോ. എല്ലാവരും ഇവിടെ നോക്കൂ. ഇതെന്താണ് വായിക്കുക? കുട. വെരി ഗുഡ്. അടുത്തതോ? തുമ്പി. മുട്ട. കുട, തുമ്പി, മുട്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുട പഠിച്ചു, തുമ്പി പഠിച്ചു, മുട്ട പഠിച്ചു അല്ലേ? ഈ അക്ഷരങ്ങളും വാക്കുകളൊക്കെ എഴുതുവാനും വായിക്കുവാനൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഞാൻ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ എല്ലാവരും അത് ഐഡന്റിഫൈ ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കൂ. ഇതെന്താണെന്ന് പറയൂ? പൂച്ച. വെരി ഗുഡ്. നിങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടോ? നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടോ? ആ, ഉണ്ടല്ലേ? നിങ്ങൾക്ക് പൂച്ച ഇഷ്ടമാണല്ലേ? എല്ലാവരും ഒക്കെ പറയൂ, ഇതെന്താണ്? പൂച്ച. മാമിന് അടുത്ത പിക്ചർ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? പക്ഷിക്കൂടാണല്ലേ? ആ, പക്ഷികള് മരത്തിന്റെ മുകളില് കൂട് വെച്ചാണല്ലേ താമസിക്കുന്നത്. ഇതില് മുട്ടകളുണ്ട്, നിങ്ങൾ കണ്ടോ? ആ, 3 കുഞ്ഞു മുട്ടകളുണ്ട്. ഇതെന്താണ്? കൂടാണല്ലേ? ഇനി മാം വേറൊരു സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് ക്ലോസ് യുവർ ഐസ്. ഓക്കേ, നൗ ഓപ്പൺ. ഇതെന്താണെന്ന് പറയൂ? പൂവാണല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പൂവ് ഇഷ്ടമായോ? നല്ല ഭംഗിയുള്ള പൂവല്ലേ? യെസ്. പൂവിന്റെ കളർ എന്താ? നീല കളറാണല്ലേ? ആ, പല നിറത്തിലും വലുപ്പത്തിലൊക്കെ ഉള്ള പൂക്കൾ ഉണ്ടല്ലേ? ഇതെന്താണെന്ന് പറയൂ? പൂവ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പൂവ് പഠിച്ചു, പൂച്ച പഠിച്ചു, പിന്നെയോ കൂട് പഠിച്ചു. നമുക്കിത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം, ബോർഡ് സ്റ്റിക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, എല്ലാവരും ഒക്കെ വായിച്ചേ. പൂവ്, പൂച്ച, കൂട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് തോന്നുന്നുണ്ടോ ഇവിടെ? ആ, ഈ ഫസ്റ്റ് കാണുന്ന ഈ വാക്കുകളൊക്കെ അക്ഷരങ്ങളൊക്കെ ഒരുപോലെയാണല്ലേ വരുന്നത്? പൂവ്, പൂച്ച, കൂട് അല്ലേ? പൂവ്, പൂച്ച, കൂട്, എന്നാണല്ലേ വരുന്നത്? യെസ്. നമുക്കൊരു കഥ കേട്ടാലോ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഓക്കെ, മാം ഒരു കുട്ടി കഥ പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു കൊച്ചു പൂമ്പാറ്റ ഉണ്ടായിരുന്നു. ഒരിടത്തൊരു കൊച്ചു പൂമ്പാറ്റ ഉണ്ടായിരുന്നു.
പൂമ്പാറ്റ പൂന്തേനുണ്ണുവാൻ വേണ്ടി പൂന്തോട്ടത്തില് പാറി നടക്കുമായിരുന്നു. ഇവിടെ പൂന്തോട്ടത്തില് പാറി നടക്കുമായിരുന്നു. അത് കണ്ട വികൃതിയായ ഒരു പൂച്ച പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. എന്നിട്ടോ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ റോസാ ചെടി എന്തു പറഞ്ഞു? പേടിക്കേണ്ട പൂമ്പാറ്റെ എൻ്റെ പൂവിന്മേൽ വന്നിരുന്നോളൂ എന്ന്. അങ്ങനെ പൂമ്പാറ്റ റോസാപ്പൂവിൻ്റെ മുകളിലേക്ക് വന്നിരുന്നു. എന്നിട്ടെന്തുണ്ടായി? പൂച്ച എന്ത് ചെയ്തു? പൂച്ച റോസാ ചെടിയിലേക്ക് ഒരൊറ്റ ചാട്ടം. എന്നിട്ടോ റോസാ ചെടിയുടെ മുള്ളു കൊണ്ടിട്ട് പൂച്ചയുടെ ദേഹമാസകലം മുറിഞ്ഞു. പൂച്ച കരഞ്ഞുകൊണ്ടോടിപ്പോയി. എന്നിട്ടോ പൂമ്പാറ്റ പൂവിനോട് നന്ദി പറഞ്ഞു. നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പൂമ്പാറ്റ, പൂന്തോട്ടം, പൂവ്, പൂച്ച അല്ലേ? ഇനി നമുക്ക് പൂ വരുന്ന കുറച്ച് അക്ഷരങ്ങളും വാക്കുകളും കൂടെ പരിചയപ്പെടാം. എല്ലാവരും ഇവിടെ നോക്കൂ. ഇതെന്താണ് വായിക്കുക? പൂ, കൂറ, മൂ, മൂങ്ങ, തൂ, തൂവൽ, ചൂ, ചൂൽ, കൂ, കൂൺ. വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ? നമ്മളിന്ന് പൂവ് പഠിച്ചു, പൂച്ച പഠിച്ചു, കൂട് പഠിച്ചു, പൂമ്പാറ്റ പഠിച്ചു, പൂന്തോട്ടം പഠിച്ചു, പൂവ് പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി മാം നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. നമുക്ക് ഊ വരുന്ന കുറച്ച് അക്ഷരങ്ങൾ കൂടെ നോക്കാം. ഇത് നോക്കൂ. ഇതെന്താണ് വായിക്കുക? എല്ലാവരും ഉറക്കെ പറഞ്ഞേ. സൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ അക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇതെന്താണ് വായിക്കുക? സൂ. അടുത്തെന്താണ് വായിക്കുക? ഷൂ. അടുത്തതോ? ബൂ. വെരി ഗുഡ്. അടുത്തെന്താണ് വായിക്കുക? നോ. വെരി ഗുഡ്. അടുത്തെന്താ വായിക്കുക? ഡൂ. ഓക്കെ. എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാണ്. വെരി ഗുഡ്. വെൽ ഡൺ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയ അക്ഷരങ്ങളും വാക്കുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.